കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. തൃക്കേട്ട നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടായേക്കാം. ശരിയായി ശ്രദ്ധ പാലിച്ചാൽ അത് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ കടന്നുപോയിക്കൊള്ളും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാവുന്ന സമയമല്ല ഇത്. നിലവിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ചില തൊഴിലിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. പിന്നീട് കൂടുതൽ സ്ഥിരതയും കൂടുതൽ പ്രയോജനവുമുള്ള മറ്റൊന്നിലേക്ക് മാറാനും സാധിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ വളരെ ശ്രദ്ധാപൂർവം വേണം ഈ സന്ദർഭത്തിൽ ബിസിനസ് വിപുലീകരിക്കുകയും മറ്റും ചെയ്യേണ്ടത്. ചില കാര്യങ്ങളിൽ ആലോചന കൂടാതെ ഇറങ്ങിത്തിരിച്ചാൽ അത് നഷ്ടങ്ങളിൽ കലാശിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണവും കരുതലും പാലിച്ചാൽ ഈ അസ്വസ്ഥതകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പുതിയ വീട് പണി നടത്തുന്നവർ അതിവ്യയമുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വർഷം തന്നെ വീട് പണി പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകും. മധ്യവയസ്സ് ചെന്നവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിതമായ ചില അസ്വസ്ഥതകൾക്കാണ് സാധ്യത. നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും അസാധാരണമായ മാറ്റങ്ങളും പരിഹാരങ്ങളും വന്നു ചേരാവുന്ന ഒരു നിയോഗം അധികം താമസിയാതെ ഉണ്ടാകാനാണ് സാധ്യത. വളരെ അപൂർവമായ ഒരു ആചാര്യബന്ധമോ ആത്മബന്ധമോ ഉടലെടുക്കാവുന്ന സന്ദർഭമാണ് ഇത്. ശരിയായി രാശി വിചിന്തനം ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. മറ്റു വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന കൃത്യമായി നടത്തിപ്പോരുക. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.